കാസർഗോഡ് കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ തെളിവെടുപ്പിനിടെ നാട്ടുകാരുടെ പ്രതിഷേധം. കനത്ത പോലീസ് സുരക്ഷയ്ക്കിടയിലും പ്രതി സലീമിന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. കുട്ടിയുടെ വീടിന്റെ പരിസരത്തെത്തിച്ച പ്രതിക്ക് നേരെ നാട്ടുകാർ സംഘടിച്ച പ്രതിഷേധമുയർത്തി. പ്രതിക്കെതിരെ 2 മോഷണക്കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് പ്രതി പി എ സലീമിനെ തെളിവെടുപ്പിനെത്തിച്ചത്. ഇരയുടെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും തെളിവെടുപ്പ് നടത്തി. കൃത്യം നടത്തിയ രീതി ഉൾപ്പെടെ പ്രതി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. പ്രദേശത്ത് 100 കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. പ്രതിയെ എത്തിച്ചതോടെ ജനക്കൂട്ടം രോഷാകുലരായി. ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു. ഇതിനിടെ പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമം. ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയ പ്രതി മുൻപ് നടത്തിയ കുറ്റകൃത്യങ്ങളും പോലീസിനോട് വെളിപ്പെടുത്തി. ഇയാൾക്കെതിരെ 2 മോഷണക്കേസുകൾ കൂടി ഹൊസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്തു. ശരിക്കും ഒരു നല്ല ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലായി. അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിലവിൽ ഇതിനു മുമ്പ് വേറെ 2 കേസുകൾ ഞങ്ങളുടെ അറിവിലുണ്ട്. ഒന്ന് മേൽപ്പറമ്പിലും പിന്നൊന്ന് സുള്ളിയ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്നാച്ചിങ് നടത്തിയ കേസുണ്ട്. ഇവിടെ വീണ്ടും വേറെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് കേസുകൾ ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നലെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതിയെ അന്വേഷണ സംഘം പിടികൂടിയത്. കഴിഞ്ഞ 15-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. റിപ്പോർട്ടർ, കാസർഗോഡ്.